ഹലോ ഗൈസ്. അങ്ങനെ ദേ പെട്ടെന്നൊരു ഞായറാഴ്ച കൂടി വന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഡെന്നിസിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ്. ഞങ്ങളെല്ലാവരും കുറേ നേരമായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് നമ്മുടെ കാഞ്ഞാണി വരാൻ വേണ്ടിയിട്ടാട്ടോ. അങ്ങനെ കാഞ്ഞാണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്ന സമയത്ത് ബോറടി മാറ്റാൻ പങ്ക് മുഞ്ചിൻ്റെ തലയിലുള്ള ഭാഗ്യനിരയൊക്കെ കണ്ടുപിടിച്ച് കൊടുത്തു. അതിക്രൂരമായിട്ടുള്ള വാഗ്വാദങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരുടെയോ ഭാഗ്യം കൊണ്ട് കാഞ്ഞാണി വന്നു. അങ്ങനെ അതുവരെ കയറി നിന്ന എയറിൽ നിന്ന് മുഞ്ചിനിറങ്ങി ആ സ്ഥാനത്തേക്ക് കാഞ്ഞാണി കയറി. അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം ഒരുപാട് പേരുള്ള ഇതേപോലത്തെ ഗ്യാങ്ങിൽ ഏതെങ്കിലും ഒരുത്തൻ എപ്പോഴും എയറിലായിരിക്കുമല്ലോ. അങ്ങനെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ നമ്മുടെ ഗ്യാങ്ങിൽ എപ്പോഴും എയറിലായിരുന്നൊരു മഹാനെ ഇന്ന് രാജകുമാരി ചെന്നിട്ടൊന്ന് ഫോൺ വിളിക്കാമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാത്തിനും വാരിക്കൂട്ടി നമ്മൾ നേരെ രാജകുമാരിക്ക് പോകാട്ടോ. ഈ പോണ വഴിക്കൊരു സംഭവം ഉണ്ടായേ. ബീവറേജിൻ്റെ അടുത്തുള്ളൊരു വളവിൽ വെച്ചിട്ട് ഒരു താറിങ്ങനെ റോങ് കയറി വന്ന് നമ്മുടെ വണ്ടിയിൽ ഇടിക്കാൻ തുടങ്ങി. അകിട് പെട്ടെന്ന് വണ്ടി ചവിട്ടി നിർത്തിയോണ്ട് വേറെ സീനൊന്നും ഉണ്ടായില്ല. എന്നാൽ ഇങ്ങനെയുള്ള വളവുകളിലൊക്കെ എല്ലാവരും ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം കേട്ടോ. അങ്ങനെ ഒരുവിധം നമ്മൾ രാജകുമാരി ടൗണിൽ വന്നു. ഇനി നമ്മുടെ പരിപാടി സ്ഥിരമുള്ള ചായ കുടിയാണ്. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ പോകുന്നത് കഴിഞ്ഞ ആഴ്ച പോയ കടയിലല്ല, വേറൊരു കടയിലാണ്. നമ്മൾ മിക്ക ദിവസം കയറുന്നൊരു ചെറിയ കടയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ചേട്ടനൊക്കെ ആയിട്ട് നമ്മൾ ഭയങ്കര കമ്പനിയാട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഒരു കുടുംബസ്ഥൻ എന്ന നിലയ്ക്ക് കാഞ്ഞാണിയാണ് ബില്ലിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയത്. പങ്കിന് ഇന്നും കുറച്ച് പച്ചക്കറി വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പോയി പച്ചക്കറി വാങ്ങി. അതിനുശേഷം നേരെ സിറ്റി സെൻറ്ററിലേക്ക് വന്നു. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ ആ മഹാനെ ഫോൺ വിളിക്കണം. അങ്ങനെ ഞങ്ങൾ നേരെ ദുബായിക്കൊരു കോൾ വിളിച്ചു. നമ്മുടെ പെരിച്ചാഴി ഇപ്പോൾ ദുബായിലാണല്ലോ. അങ്ങനെ പെരിച്ചാഴി കോൾ എടുത്തു. അവൻ്റെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. പുള്ളി ബുർജ് ഖലീഫയൊക്കെ നമ്മളെ കാണിച്ചു തന്നു. മുഞ്ചൻ വളരെ പ്രതീക്ഷയോടുകൂടി ബുർജ് ഖലീഫ കാണാൻ വേണ്ടിയിരുന്നതാണ്. പക്ഷേ കണ്ടു കഴിഞ്ഞപ്പോൾ മുഞ്ചന് ആൾ മാറിപ്പോയി എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ ഇരിക്കുമ്പോൾ പുറത്ത് ഭയങ്കര ഒരു ആൾക്കൂട്ടം. അതെന്താ സംഭവം എന്നറിയാൻ പങ്ക് നേരെ അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. സാധാരണ സൺഡേസിലൊക്കെ കണ്ടുവരുന്നൊരു സ്ഥിരം കലാപരിപാടി. ഒരു ഹിന്ദിക്കാരൻ ഫിറ്റായിട്ട് ബോധമില്ലാണ്ട് കിടക്കുന്നതാണ്. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് പങ്ക് നേരെ ജീവനം കൊണ്ട് ഓടി തിരിച്ചിങ്ങോട്ട് പോന്നു. അങ്ങനെ സമയം ഏകദേശം ഒരു 9-9:30 ആയിട്ടുണ്ട്. ഇന്നിനി നമുക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്നാൽ പിന്നെ വീട്ടിൽ പോയേക്കാന്ന് തീരുമാനിച്ചു. ഇപ്പോൾ കുറച്ച് ആഴ്ചകളായിട്ട് നമ്മൾ സൺഡേസിലുള്ള ട്രിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും വൈബ് പരിപാടികളോ ഒന്നും പ്ലാൻ ചെയ്യുന്നില്ല. അടുത്ത ആഴ്ച എവിടെയെങ്കിലും ഒരു ചെറിയ ട്രിപ്പ് പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് എല്ലാവരും വീട്ടിൽ പോകുന്നത്. എന്താവോ എന്തോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കഴിഞ്ഞ ഞായറാഴ്ചത്തെ പരിപാടികൾ. അപ്പോൾ ഇതേപോലത്തെ എന്തെങ്കിലും വീഡിയോ ഒക്കെ ആയിട്ട് എപ്പോഴെങ്കിലുമൊക്കെ കാണാം.